ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ സ്വന്തം തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ നമ്മൾ പഴനിയിലേക്ക് പോകേണ്ടിയിട്ടാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ കോയമ്പത്തൂർ എക്സ്പ്രസ് കോയമ്പത്തൂർ എക്സ്പ്രസ് 16607 എന്ന ട്രെയിൻ നമ്പറിലെ കോയമ്പത്തൂർ എക്സ്പ്രസ്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ 6:17 ഇത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുക. ഫുൾ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങളോ ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് ഇതിൽ കയറിയിട്ട് തന്നെ പോകാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ട്രെയിനിൽ ട്രാക്കിൽ ഒരു എലീനെയൊക്കെ കാണുന്നുണ്ടോ? ഇതുവരെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇടയ്ക്കൊക്കെ വരാറുണ്ടെങ്കിലും ട്രാക്കിലൊക്കെ ഇങ്ങനെ എലീനെയൊക്കെ കണ്ടത് ആദ്യമായിട്ടാണ്. എന്തായാലും അതൊരു ഒരു ഒരു കാര്യമായിപ്പോയി. എന്തായാലും ഒരു പ്രശ്നം തന്നെ. എലീനെയൊക്കെ ഇതുവരെ കണ്ടിട്ടില്ല തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയൊന്നും. അത് ട്രാക്കിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. ഓൾറെഡി പറഞ്ഞു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ കോയമ്പത്തൂരേക്ക് പോകുന്നത്, പഴനിയിലേക്ക് പോകുന്നത് നമ്മളെ ഫാമിലി ആയിട്ടാണ്. ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയൻ വരുന്നില്ല, പിന്നെ അമ്മയുടെ 2 ഏച്ചിമാരുണ്ട്, പിന്നെ അമ്മയുടെ ഏട്ടൻ്റെ ഭാര്യയും കൂടിയുണ്ട്. അങ്ങനെ അമ്മയുടെ ഏച്ചീൻ്റെ മോനും കൂടിയുണ്ട്, അതായത് മൂത്തമ്മയുടെ മകനും കൂടിയുണ്ട്. അങ്ങനെ നമ്മളെ കുടുംബക്കാരും പിന്നെ മൂത്തമ്മയുടെ കുടുംബവും നമ്മുടെ കണ്ണൂർ അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള മൂത്തമ്മയുടെ കുടുംബക്കാരും കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഒരു ടോട്ടൽ 20 ആളുകളുണ്ട്. അവർ കണ്ണൂരിൽ നിന്ന് കയറുക. ഇപ്പം നമ്മുടെ കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റൊക്കെ കാണാൻ സാധിക്കും. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് നമ്മുടെ കുടുംബക്കാർ ബാക്കിയുള്ളവരുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം ചെറിയ തിരക്കൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് സീറ്റൊക്കെ കിട്ടും. കാരണം കണ്ണൂരിൽ നിന്ന് എടുക്കുന്ന വണ്ടി ആയതുകൊണ്ട് സീറ്റിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും സീറ്റ് കിട്ടും. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ നമുക്ക് ഇനി ട്രെയിന് നിന്ന് കഴിഞ്ഞാൽ കയറാം. ഇതാ നമ്മുടെ ദിനേശ് ഏട്ടനും സുന്ദാട്ടനും, അത് നമ്മുടെ ബന്ധുക്കാരാണ്. അപ്പോൾ നമുക്കിനി അവരെ അതേ കമ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് കയറാം. അച്ഛനും അമ്മയും നമ്മളെ മുതിർന്നവരൊക്കെ ആദ്യം കയറ്റിയിട്ട് അവരെയൊക്കെ ഒരു സീറ്റിലേക്ക് ആക്കിയിട്ട് വേണം നമുക്ക് കയറിയിരിക്കാൻ. ഞാനും വൈശാഖും, ഇതാണ് വൈശാഖ്, എൻ്റെ മൂത്തമ്മയുടെ മകനാണ്. അപ്പോൾ നമ്മൾ രണ്ടാളും ഉള്ളിലേക്ക് കയറുകയാണ്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ രണ്ടാളും കയറി. അപ്പോൾ മുതിർന്നവരെ നമ്മൾ ആദ്യം കയറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ബാക്കി കുടുംബം എല്ലാവരും സീറ്റിലൊക്കെ ഇരിക്കട്ടെ. ബാക്കി കുടുംബക്കാരൊക്കെ വഴിയെ നമുക്ക് കാണാം. ഇത് നമ്മുടെ ചാച്ചു, നമ്മുടെ ദിനേശേട്ടൻ്റെ മോളാണ്. ഡോറിൻ്റെ സൈഡിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ ഒരാളെ നിന്നത്, അവരെ മോളാണ്. അതായത് ഈ ദിനേശേട്ടൻ്റെ. അതിൻ്റെ അപ്പുറത്തേക്കുന്ന സുന്ദാട്ടൻ, ആ സുന്ദാട്ടൻ്റെ മോനാണ് ഇപ്പം കണ്ടത്. അപ്പോൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമൃത് ഭാരത് സ്കീമിൽ ഉൾപ്പെടുത്തി തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ മോടി കൂട്ടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്കൊരു കോമഡിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ആകെ 3 ട്രാക്കേ ഉള്ളൂ. 2 പ്ലാറ്റ്ഫോമും 3 ട്രാക്കുമാണ്. എന്തായാലും തലശ്ശേരി മൈസൂർ പാതയൊക്കെ വന്നിട്ടുണ്ട്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഇതിലും നല്ല മികച്ച റെയിൽവേ സ്റ്റേഷൻ ആവുമായിരുന്നു. അപ്പോൾ എന്തൊക്കെ ആക്കട്ടെ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കോയമ്പത്തൂർ ട്രെയിനിലേക്ക് പോവാം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്. 2 അപ്പുറത്തെ സീറ്റിലായിട്ടാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഇപ്പോൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനോട് ഇവിടെ പറഞ്ഞിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ കോയമ്പത്തൂർ എക്സ്പ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോയമ്പത്തൂർ എക്സ്പ്രസ് 16607 ആണ് ട്രെയിൻ നമ്പർ. ഇതേ ട്രെയിൻ തന്നെയാണ് നമുക്ക് മധുര ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് പളനിക്ക്, അതായത് മധുരയ്ക്ക് പോകുന്നത്. നമുക്ക് പളനിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് വഴിക്ക് പോടന്നൂർ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ പോത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമുക്ക് ഈ ട്രെയിനിന് വെയിറ്റ് ചെയ്യാം. അതായത് ഇത് ഏകദേശം ഒരു 2:45 ആകുമ്പോഴാണ് തിരിച്ച് പോത്തന്നൂർ എത്തുക. അല്ലെങ്കിൽ ഈ 12:20 12:10 അങ്ങനെ ആകുമ്പോഴത്തേക്ക് പോടന്നൂർ എത്തും. നമുക്ക് അവിടെ ഇറങ്ങി പക്ഷെ അവിടെ ഇപ്പോൾ ഇറങ്ങിയിട്ട് ഫുഡൊന്നും കിട്ടാൻ സാധ്യതയില്ല. മുന്നേ ഞാൻ പോയ സമയത്ത് ഫുഡൊന്നും കിട്ടിയില്ല. അതിലിടക്ക് നമ്മൾ ടെമ്പിൾ ഗേറ്റ് സ്റ്റോപ്പ് എത്തി. തലശ്ശേരിയിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോപ്പാണ് ഇത്. പക്ഷേ എല്ലാ സ്റ്റേഷനും ട്രെയിനൊന്നും നിർത്താറില്ല. നമ്മളെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായ ജഗന്നാഥ ക്ഷേത്രം, നമ്മുടെ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ജഗന്നാഥ ക്ഷേത്രം, ശിവപ്രതിഷ്ഠ നടത്തിയ ജഗന്നാഥ ക്ഷേത്രമാണ്. തലശ്ശേരിയിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഗംഭീര ഉത്സവം മാർച്ച് സീസണിൽ നടക്കുന്ന ക്ഷേത്രമാണ്. അപ്പോൾ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം സ്റ്റോപ്പാണ്, ടെമ്പിൾ ഗേറ്റ് സ്റ്റോപ്പ് എന്ന് പറയും. ഇതാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര സ്റ്റോപ്പ്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് ഇത്. അപ്പോൾ നമ്മൾ ജഗന്നാഥ ക്ഷേത്ര സ്റ്റോപ്പൊക്കെ വിട്ടിട്ട് നമ്മൾ ഓൾറെഡി എവിടെയാണ് പറഞ്ഞു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ട്രെയിൻ തന്നെയാണ് നമുക്ക് മധുര ഇൻ്റർസിറ്റി
സിറ്റി എക്സ്പ്രസ് ആയിട്ട് പളനിയിലേക്ക് പോകുന്നത്. ഒന്നിക്ക് പോത്തന്നൂർ ഇറങ്ങിയിട്ട് നമുക്ക് ഈ ട്രെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതായത് 2:45 തിരിച്ച് പോത്തന്നൂർ എത്തുക ആ ട്രെയിൻ. അത് നല്ല ചടങ്ങാണ്. നമുക്ക് ഒരു 2 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിലും നല്ലത് നമുക്ക് ഇതേ ട്രെയിനിൽ തന്നെ കോയമ്പത്തൂർ പോയിട്ട് അതേ സീറ്റിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് തിരിച്ച് പളനിയിൽ വരെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിൽ ഇപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. നമ്മൾ ട്രെയിൻ പോത്തന്നൂരൊന്നും ഇറങ്ങുന്നില്ല. ഇറങ്ങാണ്ട് തന്നെ നമ്മൾ ഇതേ ട്രെയിൻ തന്നെ ഡയറക്റ്റ് പളനിയിലേക്ക് പോകണം. പക്ഷേ നമുക്ക് ഡയറക്റ്റ് പളനിയിലേക്ക് ടിക്കറ്റ് എടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ തലശ്ശേരിയിൽ നിന്ന് അങ്ങനെയാണ് ടിക്കറ്റ് എടുത്തത്. ഒരാൾക്ക് 130 രൂപയാണ് ടിക്കറ്റിന് ചാർജ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് പോടന്നൂരേക്ക് ടിക്കറ്റ് എടുക്കാം. 55 രൂപയാണ് പോടന്നൂരേക്ക്. പോടന്നൂരിൽ നിന്ന് 95 രൂപയാണ് പോടന്നൂരിൽ നിന്ന് പളനിയിലേക്ക്. 55 രൂപയാണ് ടോട്ടൽ. 150 രൂപയാണ് നമ്മൾ അങ്ങനെ എത്തുക. ഇപ്പോൾ നമ്മൾ മാഹി സ്റ്റേഷനിലെത്തി. മാഹി എല്ലാവർക്കും അറിയാം, നമ്മുടെ കണ്ണൂരിനും കോഴിക്കോടിനും ഇടയിലുള്ള പോണ്ടിച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തിന് കീഴിൽ വരുന്നതാണ് മാഹി. മാഹി എന്തിലാണ് പ്രസിദ്ധമായതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയുന്നു വേണ്ടല്ലോ. ലിക്കർ മദ്യത്തിൽ പ്രസിദ്ധമായ സ്ഥലമാണ് മാഹി. അപ്പോൾ അതുമാത്രമല്ല, മാഹി കേന്ദ്രഭരണ പ്രദേശം ആയതുകൊണ്ട് നമുക്ക് പെട്രോളിന് നല്ല ലാഭമുണ്ട്. നമുക്ക് ഒരു 12-14 രൂപയോളം നമുക്ക് പെട്രോളിൽ വിലക്കിഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തലശ്ശേരി ഭാഗത്തുള്ള ആൾക്കാർ അധികവും മാഹിയിൽ അല്ലെങ്കിൽ കോപ്പാലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നമ്മുടെ തലശ്ശേരി ടൗണിൻ്റെ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ പരിധിയിൽ. അവിടെ പോയിട്ടാണ് പെട്രോൾ അടിക്കാറ്. നിങ്ങൾ അടിയെന്ന് ഉദ്ദേശിക്കുന്ന 2 തരത്തിലുള്ള അടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കാം. എന്തായാലും പെട്രോൾ അടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ അടി ആയിക്കോട്ടെ, മദ്യപാനം ആയിക്കോട്ടെ, തലശ്ശേരി നിയർ ബൈ ഉള്ള ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഈ മാഹീൻ്റെ കീഴിൽ വരുന്ന കോപ്പാലവും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അങ്ങനെ ഇൻ്റർസിറ്റി എക്സ്പ്രസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാലക്കാട് ഇറങ്ങിയിട്ട് നമുക്ക് പളനിയിലേക്ക് പോകാം. പക്ഷേ പാലക്കാടിലേക്ക് ഇറങ്ങിയിട്ട് പളനിയിലേക്ക് പോകുമ്പോൾ നമുക്ക് 4 മണീൻ്റെ ഒന്നിക്ക് അമൃത എക്സ്പ്രസ് കിട്ടും. അല്ലെങ്കിൽ 6 മണിക്കുള്ള തിരുച്ചെന്തൂർ എക്സ്പ്രസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 4 മണിക്കും 6 മണിക്കും. 6 മണിക്ക് തിരുച്ചെന്തൂറും 4 മണിക്ക് അമൃതയും. അതിനുശേഷം പിന്നെ വൈകിട്ടേ ഉള്ളൂ. പക്ഷേങ്കിൽ നമുക്ക് തലശ്ശേരിയിൽ നിന്ന് അല്ലെങ്കിൽ മലബാർ ഏരിയയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അതിന് കണക്കായിട്ടുള്ള ട്രെയിൻ കിട്ടില്ല. ഒന്നിക്ക് രാത്രി വരണം. നൈറ്റ് സീറ്റ് എല്ലാം കിട്ടാൻ ഫാമിലി ആയിട്ടും ലേഡീസിനൊക്കെ കൂട്ടി വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാണ് നമ്മൾ ഈ കോയമ്പത്തൂർ എക്സ്പ്രസ് കറക്റ്റ് ടൈമാണ്. കറക്റ്റ് നമുക്ക് 6 മണിക്ക് പുലച്ചക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ, പുലച്ചക്കെന്ന് പറയണ്ട, തലശ്ശേരി കണ്ണൂരിൽ നിന്ന് എടുക്കും 6 മണിക്കാണ്. അതിന് കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പോടന്നൂർ ഇറങ്ങുന്നതൊക്കെ പോടന്നൂർ ഇറങ്ങിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ വണ്ടി തന്നെയാണ് വരേണ്ടത്. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിൽ തന്നെ കയറി ഇരുന്ന് ഡയറക്റ്റ് ടിക്കറ്റും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പളനി പോയിട്ട് ഇറങ്ങാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അധികം ചാർജും ഇല്ല. സെപ്പറേറ്റ് ആയിട്ട് പോടന്നൂരേക്ക് പോയിട്ട് എടുക്കുമ്പോൾ ഉള്ള ചാർജിനെക്കാട്ടും കുറവുമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഓൾറെഡി പറഞ്ഞു, ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്കിങ്ങനെ പിള്ളേരായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ വർത്തമാനം പറഞ്ഞും സന്തോഷിച്ചും ഒക്കെ പോവാം. നമുക്ക് ഫാമിലി ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ മിക്സ്ചർ അങ്ങനത്തെ ഓരോ പാക്കറ്റ് കാര്യങ്ങളൊക്കെ കഴിച്ച് നമുക്കിങ്ങനെ എൻജോയ് ചെയ്തിട്ട് പോകാം. ഒരു ഫാമിലി ട്രിപ്പ് പോകുന്നത് അത് പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. അപ്പോൾ അത് പോയവർക്ക് മനസ്സിലാവും, അങ്ങനെ ഒരു വൈബാണ്. അപ്പോൾ അങ്ങനെ അവസാനം നമ്മുടെ സ്വന്തം കാലിക്കറ്റ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഈ ട്രെയിനില്ലേ, ഈ ചരക്ക് വണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തലശ്ശേരി എത്തിയ സമയത്ത് പോയ ഒരു ചരക്ക് വണ്ടിയാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ യാത്രയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയെന്ന് വെച്ചാൽ നല്ല നല്ല കാഴ്ചകൾ കാണാം. ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് തന്നെ ഒരു വൈബാണ്. ദീർഘദൂര യാത്രകളൊക്കെ ഒരു വൈബാണ്. നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണുന്നില്ലേ, വയലും പ്രദേശവും കാര്യങ്ങളൊക്കെ എന്ത് രസമുണ്ട് കാണാൻ. അതും ഒരു വൈബ് തന്നെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ തനതായ കൃഷി രീതികളും കാര്യങ്ങളൊക്കെ, വയലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള യാത്ര ഒരു വൈബ് തന്നെയാണ്.
സിമ്പിൾ മാൻ, സില്ലി മാൻ, സില്ലി ബാൻ. അങ്ങനെ നമ്മുടെ ഷൊർണൂർ ജംഗ്ഷനിലെത്തി. ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗ്രൂപ്പ് ഡി എസ് ഉദ്യോഗസ്ഥരാണത്. അപ്പോൾ റെയിൽവേൻ്റെ ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞാലാണ് റെയിൽവേൻ്റെ എക്സാമൊക്കെ വരുന്നുണ്ട്. പഠിച്ചെഴുതുന്ന ആൾ എഴുതി പാസ്സാവുക, നല്ല രീതിയിൽ രക്ഷപ്പെടുക, അതേ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ഷൊർണൂർ നമ്മളെ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്നാണ് ഇവിടെ 5 മിനിറ്റ് 10 മിനിറ്റോളെ സ്റ്റോപ്പുള്ളൂ. അപ്പോൾ നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ വിട പറഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റേഷൻ പാലക്കാട് ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. പാലക്കാടൊന്നും അമൃത സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ബിൽഡിംഗ് എടുക്കലോ അതിനുള്ള മെറ്റീരിയൽ മാറ്റുന്നോ ഒന്നും പ്രത്യേകിച്ച് വലുതായിട്ട് രീതിയിലൊന്നും കാണുന്നില്ല. എന്തായാലും മേ ബി ഉണ്ടാവുമായിരിക്കും, കാണാത്തതായിരിക്കും. പാലക്കാട് ജംഗ്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഭക്ഷണമെല്ലാം കഴിക്കുന്നത് കോയമ്പത്തൂരാണ് കേട്ടോ. കോയമ്പത്തൂർ നമ്മളൊരു 12:15 എത്തും. 12:15 എത്തേണ്ടതാണ്. 12:15 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ബോർഡന്നൂർ ട്രെയിന് പിടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലേറ്റ് ആവും. എന്നാൽ തന്നെ നമ്മൾ മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 12:45 അങ്ങനെ ആകുമ്പോഴത്തേക്ക് എത്തും. അപ്പോൾ 12:45 എത്തിയാൽ തന്നെ നമുക്ക് ഈ ട്രെയിന് ഏകദേശം 2 മണിക്ക് അവിടുന്ന് 2:30 അവിടുന്ന് വിടും. അപ്പോൾ നമുക്ക് ഇഷ്ടംമാതിരി സമയമുണ്ട്. 12:30 അങ്ങനെ ആകുമ്പോൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 12:30, 1:30, 2:30 2 മണിക്കൂർ അവിടെ ഉണ്ട്. ഇഷ്ടംമാതിരി പതുക്കെ സാവധാനത്തിൽ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് അവിടെ ഇരിക്കാം. 2:30 അത് വിട്ടിട്ട് ഏകദേശം ഒരു 4:30 അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ പഴനിക്കെത്തുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഇനി ഇവിടുന്ന് നമ്മൾ യാത്രയാണ്. പാലക്കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നല്ല കിടിലം സീനാണ്. നമുക്ക് 2 ലെഫ്റ്റ് സൈഡ് ആയിക്കോട്ടെ റൈറ്റ് സൈഡ് ആയിക്കോട്ടെ സീനറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയുടെ നമ്മളെ പശ്ചിമഘട്ടവും അതൊക്കെ വന്നിട്ടുള്ള ഒരു മനോഹര റൂട്ടാണ് നമ്മൾ പാലക്കാട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. കിടിലം എന്നെല്ലാം പറഞ്ഞാൽ കിടിലം റൂട്ടാണ്. ഇപ്പോൾ 2 ട്രെയിന് അപ്പുറത്ത്, ഒന്ന് അങ്ങോട്ടേക്കും ഒന്ന് ഇങ്ങോട്ടേക്കും. നമ്മുടെ ട്രെയിൻ കോയമ്പത്തൂർ എക്സ്പ്രസ് അങ്ങോട്ടേക്കും, മറ്റേ ട്രെയിൻ ഇങ്ങോട്ടേക്കും പോയാണ്. ഇതാ കണ്ട നമ്മുടെ ഈ ട്രാക്ക്, ഈ സിംഗിൾ ട്രാക്കാണ്. പക്ഷേങ്കിൽ അതായത് നമ്മുടെ കഞ്ചിക്കോട് കഴിഞ്ഞപാടുള്ള ഇത് കിടിലം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ സീനറി. നമ്മുടെ പശ്ചിമഘട്ടമൊക്കെ ഇങ്ങനെ കണ്ട് നല്ല മലനിരകളൊക്കെ കണ്ട് നല്ല കിടുക്കാച്ചി. ഈ യാത്ര ചെയ്യുന്ന പാലക്കാട് ഈ സ്ട്രെച്ച്, കഞ്ചിക്കോട് കഴിഞ്ഞിട്ടുള്ള വാളയാറ് വരെയുള്ള ഈ സ്ട്രെച്ച് എന്ന് പറയുന്ന കിടിലം സീനറിയാണ്. അത് നല്ലൊരു DSLR ക്യാമറയൊക്കെ എടുത്തിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കിടുക്കാച്ച് വിഷ്വൽ എടുക്കാം. കിടുക്കാച്ച് വിഷ്വൽ എടുത്തിട്ട് നമുക്ക് തകർക്കാം. അത്രക്കും കിടിലമായ നമ്മുടെ യാത്രയാണ്. ഇതേപോലത്തെ ഒരു യാത്രയാണ് നമ്മുടെ മംഗലാപുരം സക്ലേഷ്പൂർ റൂട്ട്. അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലുണ്ട്, നിങ്ങളൊന്ന് കണ്ടുനോക്കിയാൽ മതി. കിടിലമാണ്. ഒരിക്കലെങ്കിലും യാത്ര ചെയ്യേണ്ടതാണ്. അതായത് മംഗലാപുരത്ത് നിന്ന് നമുക്ക് നമ്മൾ ഹുബ്ബള്ളി വരെ പോകുന്ന ഒരു ട്രെയിൻ യാത്രയുടെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. 52ഓളം ടണൽ വരുന്നൊരു യാത്രയാണ് അത്. കിടിലം യാത്ര, നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. ഇതേപോലെ ഈ ഒരു യാത്ര വരെ, അതായത് പാലക്കാട് തൊട്ടിട്ട് നമ്മുടെ ഏകദേശം വാളയാർ വരെയുള്ള ഈ സ്ട്രെച്ച് പോലെ തന്നെ മനോഹരമായിട്ടുള്ള
ഒരു കിടിലം സ്ട്രെച്ചാണ് ആ യാത്രയും. എന്തായാലും നിങ്ങൾ അതും ഒന്ന് കണ്ടു നോക്കുക. കിടിലം എന്ന് പറഞ്ഞാൽ കിടുകിടിലാണ്. ഇതന്നെ നിങ്ങൾ കാണുന്നില്ലേ, എജാതി കിടിലം വൈബ് യാത്രയാണ്. നമ്മളെ മലനിരകളും, നമ്മളെ മലനിര എന്ന് പറഞ്ഞാൽ നമ്മളെ പശ്ചിമഘട്ടം തന്നെ കാണാൻ പൊളി എന്ന് പറഞ്ഞാൽ പൊളി. അങ്ങനെ നമ്മൾ വാളയാർ റെയിൽവേ സ്റ്റേഷനിലെത്തി. വാളയാർ റെയിൽവേ സ്റ്റേഷൻ പ്രധാനമായിട്ടും യാത്രക്കാരെക്കാളും കൂടുതൽ കൈയടക്കിയിരിക്കുന്ന ഇതേപോലെ മരങ്ങളാണ്. യാത്രക്കാരെ കൂടുതലും വാളയാർ സ്റ്റേഷൻ, വാളയാർ പരമശിവം എന്ന് പറഞ്ഞ പോലെ വാളയാർ സ്റ്റേഷൻ കൈയടക്കിയിരിക്കുന്നത്. റെയിൽവേ യാത്രക്കാരിങ്ങനെ ബിസ്ക്കറ്റോ കാര്യങ്ങളോ ഓരോ ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. ഇഷ്ടംമാതിരി കുരങ്ങന്മാരുണ്ട് കേട്ടോ ഇവിടെ വാളയാർ സ്റ്റേഷനിൽ. കുരങ്ങുകളുടെ കളിയാണ്. നമ്മൾ ഓവറായിട്ട് തമാശ കളിച്ചിട്ട് ആ കുരങ്ങൻ്റെ അടുത്തുനിന്ന് മാന്ത് കിട്ടിയിട്ട് ഇഞ്ചക്ഷൻ അടിക്കേണ്ട സ്ഥിതി വരുത്താതിരിക്കുക യാത്രക്കാർ. അതേ നമുക്ക് പറയാനുള്ളൂ. അത് നമ്മുടെ ബോഗിമലൊക്കെ കയറാനുള്ള ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കണ്ടോ. അവിടെ തന്നെ ബോഗിമലൊക്കെ കയറാനുള്ള ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക യാത്ര ചെയ്യുന്നവർ. അപ്പോൾ നമ്മൾ വാളയാറിനോട് വിട പറഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ കോയമ്പത്തൂർ പളനി ലക്ഷ്യസ്ഥാനത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട രസമുള്ള സ്ഥലങ്ങൾ, അതായത് വാളയാർ വരെയുള്ള നല്ല പശ്ചിമഘട്ടം കണ്ടിട്ടുള്ള ഏരിയ ഒക്കെ കഴിഞ്ഞു. എന്നാലും നല്ല രീതിയിലുള്ള ഈ ഏകദേശം ഒരു തേക്കിൻ കാടുകളിലൂടെയുള്ള യാത്രയാണ്. നല്ല കിടുക്കാച്ച് വിഷ്വലാണ്. എന്തായാലും ഇത് രാവിലെ പുലർച്ചയ്ക്ക് ഈ ഒരു യാത്ര പോകണം. ഇതേ ട്രെയിനിൽ ഏകദേശം ഒരു പുലർച്ച ഈ ഒരു യാത്ര പോയിട്ടുണ്ട്. ഇതിലും ഭംഗിയായിരിക്കും കാണാൻ. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 11 മണി അങ്ങനെയാകുമ്പോൾ പോകുന്നത്. എന്തായാലും ഇതിലും കൂടുതൽ ഭംഗിയോടെ ആയിരിക്കും നമ്മൾ രാവിലെ പുലർച്ചെയാണെങ്കിൽ ഈ യാത്ര പോകുന്നത്. എന്നാലും പക്ഷേ നമുക്ക് പള്ളിയിലൊക്കെ പോകാൻ ഡയറക്റ്റ് പോയി ഈ ട്രെയിൻ മാത്രമേ ഉള്ളൂ. ഡയറക്റ്റായിട്ട് നമ്മളെ ബുക്കിങ്ങിലൊന്നും കാണിക്കില്ലെങ്കിലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കും. നമുക്ക് ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ഈ ട്രെയിനിൽ പള്ളിക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ടിക്കറ്റായിട്ട് നമുക്ക് ഡയറക്റ്റ് പള്ളിയിലേക്ക് എടുക്കാൻ പറ്റും. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്, 130 രൂപയാണ് ഒരാൾക്കായത്. അല്ലെങ്കിൽ പോടന്നൂരേക്ക് 95, അവിടുന്ന് പോടന്നൂർ ടു പളനി 55 ആയിരിക്കും. ടോട്ടൽ 150 രൂപക്ക് നമുക്ക് പള്ളിക്ക് പോകാം. എങ്ങനെ പോയാലും ഈ ട്രെയിനിൽ നമ്മൾ ഇറങ്ങാതെ തന്നെ നമുക്ക് യാത്ര ചെയ്യാം. കുറച്ച് സമയം, ഒരു 2 മണിക്കൂർ നമ്മൾ കോയമ്പത്തൂർ വെയിറ്റിംഗ് ആണെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം. ഇതാണ് നമ്മുടെ പോടന്നൂർ റെയിൽവേ സ്റ്റേഷൻ. പോടന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒന്നിക്ക് നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഇതേ ട്രെയിന് 2:45 പോടന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും. കോയമ്പത്തൂർ പോയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ട്, പക്ഷേ ഇവിടെ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഫുഡോ കാര്യങ്ങളോ ഒന്നും കിട്ടൂല. അപ്പോൾ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ ഒരു ട്രെയിൻ വന്നായിരുന്നു. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ആണിത്. ധൻബാദ് എക്സ്പ്രസ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കോയമ്പത്തൂർ എക്സ്പ്രസ് ഒരു ജനറൽ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ എക്സ്പ്രസ് ഒന്നും, അതായത് പ്രയോറിറ്റി ട്രെയിൻ അല്ലാത്തതുകൊണ്ട് തന്നെ ധൻബാദ് പോയതിന് ശേഷമേ ഇനി നമ്മളെ പോടന്നൂരിൽ നിന്ന് കോയമ്പത്തൂർ എക്സ്പ്രസ് വിടുള്ളൂ. ഏകദേശം ഒരു 10-20 മിനിറ്റ് എന്തായാലും ഇവിടെ പിടിച്ചിടും.
അതുകൊണ്ട് നമുക്ക് ധൻബാദ് പോകുന്ന വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ട്രെയിൻ നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഈ ട്രാക്കിലേക്ക് കയറിയ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റെയിൽവേ സ്റ്റേഷൻ മോഡി കൂട്ടുന്നുണ്ട്. അമൃത് ഭാരത് സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ട് റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ കാണുന്നുണ്ടാവും. പുതിയ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നേ ഞാൻ പളനിക്ക് വരുന്ന സമയത്ത് ആകെ 2 പ്ലാറ്റ്ഫോം മാത്രം ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ ഏകദേശം 5ഓളം പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പുതിയ കാര്യങ്ങളും പ്ലാറ്റ്ഫോമും ഒക്കെ എടുത്ത് കിടുകിടുകാച്ചി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഇവിടുന്ന് കിട്ടും എന്നുള്ള കാര്യം പ്രതീക്ഷിക്കേ വേണ്ട. അതുകൊണ്ട് മലബാർ ഏരിയയിൽ നിന്ന് പളനിക്ക് പോകുന്ന ആൾക്കാർ ഈ കോയമ്പത്തൂർ എക്സ്പ്രസ്സിന് രാവിലെ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് പളനിക്ക് ടിക്കറ്റ് എടുക്കുക. കോയമ്പത്തൂർ വരെ പോയിരിക്കുക. 2 മണിക്കൂർ അവിടെ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് വാങ്ങി ഭക്ഷണം കഴിച്ചിട്ട് അതേ ട്രെയിനിൽ തിരിച്ച് പളനിക്ക് പോകാം. അന്നേരം മധുര ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആയിട്ടാണ് കോയമ്പത്തൂർ ടു പളനി വരെ, മധുര വരെ ആ ട്രെയിൻ പോവുക. മധുര വരെ പോകുമ്പോൾ നമുക്ക് പളനിയിൽ ഇറങ്ങുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ സ്റ്റേഷനിലേക്കാണ് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കോയമ്പത്തൂർ സ്റ്റേഷൻ. കോയമ്പത്തൂർ സ്റ്റേഷനെ കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. മലയാളികൾക്ക് ഒരുവിധം എല്ലാ മലയാളികൾക്കും അറിയാം കോയമ്പത്തൂർ സ്റ്റേഷൻ. മിക്കവരും മലയാളികളെല്ലാം കോയമ്പത്തൂർ സ്റ്റേഷനിലൊക്കെ പോയി വരാറുള്ളതാണ്. വലിയൊരു സ്റ്റേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കോയമ്പത്തൂർ ഈ സ്റ്റേഷൻ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ 2 മണിക്കൂർ ഇവിടെ ഹോൾട്ട് ഉണ്ട് ട്രെയിന്. അപ്പോൾ അതുവരെ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്റ്റേഷനിൽ തന്നെ നമുക്ക് പാർസൽ വാങ്ങിയിട്ട് കഴിക്കാം. അല്ലെ സ്റ്റേഷനിൽ തന്നെ നമുക്ക് നമ്മുടെ IRTCൻ്റെ ഫുഡ് കോർട്ട്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് പോലെ കഴിക്കാവുന്നതാണ്. ഇവിടെ നാടൻ ഭക്ഷണം കിട്ടും, നമ്മുടെ സാധാ ചോറും കറിയൊക്കെ കിട്ടും, അല്ലെങ്കിൽ ബിരിയാണിയോ ഐറ്റംസ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ചായക്കടി എണ്ണക്കടികളും കിട്ടും. അങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കഴിക്കാം. ഫുഡ് കോർട്ട് പോയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാർസൽ വാങ്ങിയിട്ട് കഴിക്കാം. എന്ത് വേണമെങ്കിലും ഏത് തരത്തിൽ വേണമെങ്കിലും അവനവൻ്റെ പേഴ്സണൽ ചോയ്സ് പ്രകാരം കഴിക്കുക. നമ്മളെന്തായാലും പാർസൽ വാങ്ങിയിട്ട് കഴിക്കാനാണ് തീരുമാനം. അതാകുമ്പോൾ വണ്ടി തന്നെ ഇരിക്കാമല്ലോ, വണ്ടി തന്നെ ഇരുന്നിട്ട് കഴിച്ചിട്ട് പോവുക. കാരണം നമ്മൾ ഓൾറെഡി 10-20 ആളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ വാങ്ങി കഴിച്ചു. ഇനി നമ്മൾ നേരെ ട്രെയിൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. കറക്റ്റ് പ്രോപ്പർ 2:30 തന്നെ ട്രെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2:30 തന്നെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ പളനിയിലേക്ക്, അതിലിടക്ക് കുറേ ഉദുമൽപേട്ട്, പൊള്ളാച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ സാധാ കോയമ്പത്തൂരിൽ നിന്ന് പളനിയിലേക്ക് പോകുന്ന ഇടയ്ക്കുള്ള സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ട്രെയിൻ നിർത്തും. ഇവിടെ പ്രധാനമായിട്ടുള്ള നമ്മളെ ഇനി കാണാനുള്ളത് നല്ല സീനറികളുള്ളത്, നമുക്ക് ഈ യാത്രയിൽ നമ്മളെ കാറ്റാടി പാടങ്ങൾ കാണാം, നല്ല കൃഷിഭൂമികൾ കാണാം. മിക്കയിടത്തും സിംഗിൾ ലൈനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില സ്ലോവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത്തരത്തിലാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്കിവിടെ ഇറങ്ങിയിട്ട് കോടന്നൂരേക്ക് നമ്മൾ മധുര ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആയിട്ട്, അങ്ങോട്ടേക്ക് കോയമ്പത്തൂർ എക്സ്പ്രസ് ആയിട്ട്, കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആയിട്ട് പോയത്, അതേ ട്രെയിൻ മധുര ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആയിട്ട് നമ്മൾ വീണ്ടും കോടന്നൂർ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് പ്ലാറ്റ്ഫോമിലാണ് വന്നിട്ടുള്ളത്. ഏകദേശം 4ാമത്തെ, ഇതിപ്പോൾ പ്ലാറ്റ്ഫോമിന് പേരൊന്നും ഇല്ല ഇപ്പോൾ. അതായത് നമ്പറിംഗ് ഒന്നും ഇട്ടില്ല, മോഡി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അമൃത് ഭാരത് സ്കീം പ്രകാരം. അതുകൊണ്ട് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഏത് പ്ലാറ്റ്ഫോമാണ്, എത്രാമത്തെ പ്ലാറ്റ്ഫോമാണെന്നുള്ളതൊന്നും നമുക്കിപ്പോൾ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. പണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഈ പ്ലാറ്റ്ഫോമും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള നമ്മൾ നേരത്തെ കണ്ട ഈ ധൻബാദ് എക്സ്പ്രസ് നിർത്തിയതിൻ്റെ ആ സൈഡിലുള്ള പ്ലാറ്റ്ഫോം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോം തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഷാറൂഖ് ഖാൻ്റെ ദിൽവാലെ ദുൽഹനിയയിലെ ജായെങ്കെ, ഏതോ ഷാറൂഖ് ഖാൻ മറ്റേ കാജോളിന് കൈ കൊടുക്കുന്നോ അങ്ങനെ ഒരു സംഭവം ഇല്ലേ, ഒരു സിനിമയില്ലേ, ആ സിനിമേൻ്റെ പേരും മറന്നുപോയി. അതിലെ സ്റ്റേഷൻ പോലെ ഇല്ലേ, അതിലെ സ്റ്റേഷൻ പോലെയുണ്ട്. ഇപ്പോൾ
അതിലെ സ്റ്റേഷൻ പോലെ തന്നെയാണ് എനിക്ക് ഈ ഒരു അതായത് നമ്മൾ ഈ പഴയ മോഡൽ സ്റ്റേഷൻ, അതായത് നമ്മുടെ മരത്തിൻ്റെ തൂണും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് അതേപോലെയാണ് തോന്നുന്നത് ആ ഒരു സ്റ്റേഷൻ. കറക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേഷൻ വെച്ച് സിനിമ ഷൂട്ടിങ്ങിനെല്ലാം പറ്റിയ സ്റ്റേഷനാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അതായത് അതേപോലെ ഇപ്പോഴത്തെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഇതേപോലെ മരത്തിൻ്റെ തൂണൊക്കെ കാണാനുണ്ടോ? ഇല്ല. അതാ ഒരു പോലീസുകാർ, റെയിൽവേ പോലീസ്. അങ്ങനെ പോടന്നൂരിന്ന് നമ്മൾ വിട പറഞ്ഞിരിക്കുകയാണ്. ഇനി ഡയറക്റ്റ് നമ്മൾ പഴനിമല മുരുകനെ കണ്ട് തൊഴാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മണ്ഡലകാല സമയത്താണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും പഴനിയിൽ. നല്ല ദർശനം കിട്ടിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ പഴനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബൈ ബൈ പൊടന്നൂർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനി പഴനിയിലേക്ക്. അങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ഇറങ്ങേണ്ടത്, എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്, എത്ര പൈസയാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പഴനിയിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അതാ കാറ്റാടിപ്പാടങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റാടികൾ. പഴനിയിൽ പോകുമ്പോൾ, പഴനി എന്നല്ല, കോയമ്പത്തൂരിൽ നമ്മൾ കൂടുതൽ പ്രദേശത്ത് നമ്മളിപ്പോൾ വണ്ടിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റുന്നതാണ്. അത് കൃഷിഭൂമിയിൽ കാറ്റാടിപ്പാടങ്ങൾ. തമിഴ്നാട് സർക്കാരിൻ്റെതാണെന്ന് തോന്നുന്നു, തമിഴ്നാട് സർക്കാരിൻ്റെ ആയിരിക്കും. എന്തായാലും കൃഷിഭൂമിയിൽ ഒട്ടനവധി, നമ്മൾ ഈ പഴനിയിലേക്ക് പോകുന്ന സ്ഥലം രണ്ട് സൈഡിലും, ഈ ട്രാക്കിൻ്റെ രണ്ട് സൈഡിലും സിംഗിൾ ലൈനാണ്, രണ്ട് സൈഡിൽ നമുക്ക് ഇതേപോലെ കാറ്റാടിപ്പാടങ്ങൾ കാണാൻ സാധിക്കും. നല്ല വലിയ കാറ്റാടിപ്പാടങ്ങൾ, അതും കൃഷിഭൂമിൻ്റെ നടുക്കാണുള്ള ചോളോ അങ്ങനെ എന്തോ ആറ്റാന്ന് തോന്നുന്നു. കൃഷി കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും നമ്മൾ കൃഷിഭൂമിയുടെ നടുക്കാണ് നമുക്ക് ഒരുപാട് കാറ്റാടികൾ, അതായത് നമ്മളെ വിൻഡ് മിൽസ്. മലയാളത്തിൽ നമ്മൾ പണ്ടൊക്കെ കാറ്റാടിപ്പാടങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ശീലമായി പോകൊണ്ട് പറയാം, നമ്മുടെ വിൻഡ് മിൽസ് കാണാൻ സാധിക്കും. പഴനി, കോയമ്പത്തൂർ ഈ സ്ട്രെച്ചിൽ നമുക്ക് ഒട്ടനവധി വിൻഡ് മിൽസ് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഉദുമൽപേട്ട് എത്തിയിരിക്കുകയാണ്. ഉദുമൽപേട്ട് റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് നമ്മുടെ ഉദുമൽപേട്ട് റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ തമിഴ്നാട്ടിൽ ഉദുമൽപേട്ട് റെയിൽവേ സ്റ്റേഷൻ. ഒരു രസമൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ കാണാൻ റെയിൽവേ സ്റ്റേഷൻ. ഒരു സിനിമ ഷൂട്ടിങ്ങിനൊക്കെ വേണമെങ്കിൽ കൊള്ളാം, റെയിൽവേ സ്റ്റേഷൻ കൊള്ളാം, കാണാൻ കൊള്ളാം. അങ്ങനെ നമ്മൾ പഴനി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങ് കാണുന്ന അതാണ് നമ്മുടെ സ്വന്തം മുരുകസ്വാമിയുടെ പഴനിമല. പഴനിമല മുരുകൻ വേൽക്കവടി എന്ന് പറഞ്ഞ പോലെ പഴനിമല നമ്മുടെ മുരുകൻ്റെ പഴനിമലയാണ് അത്, നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പഴനിമല. നമ്മുടെ പഴനി, അത് തമിഴിലും ഹിന്ദിയിലും
ഇംഗ്ലീഷിലൊക്കെ എഴുതിയ പഴനി റെയിൽവേ സ്റ്റേഷൻ. പണ്ടും പഴനി റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഇത്ര വൃത്തിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഇങ്ങനെ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം തന്നെ ഒരുവിധം എല്ലാ സ്റ്റേഷനും നല്ല അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, നല്ല കിടുക്കാച്ചി ലെവലിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് പഴനി റെയിൽവേ സ്റ്റേഷനിലൊക്കെ മുന്നേ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷൻ ആക്കേണ്ടതാണ്. മുന്നേ പണ്ടൊരിക്കൽ ഞാൻ വന്ന സമയത്ത് വലിയൊരു സെറ്റപ്പോ കാര്യങ്ങളോ ഒരു ഫുഡ് കോർട്ട് പോലും ഇല്ലാത്ത സ്റ്റേഷനാണ് പഴനി റെയിൽവേ സ്റ്റേഷൻ. ഒരു സൗകര്യം പോലും ഇല്ലാത്തതാണ്. കാരണം ഒന്നാമത് പിൽഗ്രിം സ്റ്റേഷനും കൂടിയാണ്, ഇഷ്ടം പോലെ വിശ്വാസികൾ വരുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണ്. ആ സ്റ്റേഷനൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. ഇപ്പോഴെങ്കിലും സർക്കാർ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിൽ സന്തോഷം തന്നെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് പഴനി റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഒന്നാമത് മണ്ഡലകാലമൊക്കെ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആളുണ്ട് പഴനിമല മുരുകനെ കാണാൻ. ഇപ്പം കണ്ടോ സ്വാമിമാർ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പഴനിയിൽ നല്ല തിരക്കാണെന്നാണ് നമുക്ക് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ തന്നെ നമ്മൾ പിൽഗ്രിംസ് റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ടും പിന്നെ അമൃത ഭാരത് പദ്ധതി ഉൾപ്പെടുത്തിയിട്ടും കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ സ്റ്റേഷൻ നല്ല രീതിയിൽ മൂടി കൂട്ടുന്നുണ്ട്. സ്റ്റേഷനിൽ ഞാൻ പണ്ടൊരിക്കൽ ഏകദേശം ഒരു 2017 വരുമ്പോൾ ഒരു ഫുഡ് കോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. നമുക്ക് വെയിറ്റിംഗ് റൂം പോലും കാര്യമായിട്ടില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ സെറ്റപ്പും ആക്കി വരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ എന്തായാലും. അപ്പോൾ ബാക്കി പഴനിമല വീഡിയോ അടുത്ത വീഡിയോ കാണാം. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഇപ്പോൾ പഴനിയിൽ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം.